നിവിൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു കക്ഷിയല്ലേ. നിവിന്റെ ചിരി പോലെ തന്നെ ഭയങ്കര ഇന്നസെൻസും ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിവിൻ. ചൈന വൻമതിൽ മോഹൻലാൽ സാർ ഫ്രണ്ടില് മോഹൻലാല് വിജീഷിന് എങ്ങനെയാണോ അതുപോലെയാണ് വേലായുധേട്ടൻ വാസു. നീ ആരോട് തടി കുറച്ച് എന്തിനാണ് തടി കുറച്ച് ചോദിച്ചു. നിന്റെ തടിയിലോണ്ടാണ് ഞാൻ അതിൽ കാസ്റ്റ് ചെയ്തെന്ന് ക്ലാസ്മേറ്റ്. പുതിയ പയ്യൻ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഏത് പുതിയ പയ്യനല്ല, പുതിയ പയ്യനല്ല, വിജീഷാണ് മുതലുണ്ടാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതെ, എന്തൊക്കെ നമ്മള് പൈസ ആണോ എല്ലാം ചോദിച്ചു കഴിഞ്ഞാലും ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ തീരാവുന്നതാണ്. ജനിച്ചാൽ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും. നമുക്ക് കുറെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അത്രയ്ക്കൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല. ആർക്കൊരു ദ്രോഹം ചെയ്യാത്ത ഒരു കക്ഷിയായിരുന്നു. ആശകൾ അലൈ പോലെ നാമെല്ലാം അതൻ മേലെ ഓടം പോലെ ആടിടുമോമേ വാഴ്നാളിലെ. വിജീഷ് വിജയൻ, ഞാൻ ആ പേര് പറയുമ്പോ ചിലപ്പോ ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവൂല ആരാ എന്താന്നുള്ളത്. അപ്പൊ ഞാൻ ഏത് വരെ പറയണ്ടേ? നൂലുണ്ട. അതെ, ഇപ്പൊ ആൾക്കാർക്ക് കാര്യം പിടിയിട്ടുണ്ടാവും. അപ്പൊ നൂലുണ്ടയിലേക്ക് നമുക്ക് വൈകാതെ വരാം. പക്ഷെ ഇപ്പം സർവമായാണ്, എല്ലായിടത്തും സർവമായ. എനിക്കറിയാം ഒരുപാട് പേര് വിളിക്കുന്നുണ്ടാവും. ഒരു ചെറിയ റോളാണെങ്കിൽ പോലും അത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നു. അതിന്റെ സന്തോഷത്തിലായിരിക്കും. ആ സന്തോഷം എങ്ങനെയാന്ന് പറയും? ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ ഉള്ള സിനിമയിൽ നമ്മൾ ആകെ ഇപ്പോൾ മാക്സിമം അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നോട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുകയും പിന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒരുപാട് മെസ്സേജ് അയക്കുകയും ചെയ്യുമ്പോൾ ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം നിവിൻ്റെ ഒരു കംബാക്ക് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷേ എനിക്ക് ചെയ്ത ആ ക്യാരക്ടറിന് ഇത്രയ്ക്ക് അപ്രിസിയേഷൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു അപ്രിസിയേഷൻ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതെ, ഞാൻ കേട്ടിരുന്ന ഒരു നിമിത്തം പോലെ വന്നൊരു ചിത്രമാണ് ഈ മായ എന്നുള്ളത്. അതിന്റെ ഒരു കഥ എങ്ങനെയായിരുന്നു? തൃശ്ശൂർ തിരുവമ്പാടിയും വടക്കുന്നാഥനൊക്കെ തൊഴുതിട്ട് എൻ്റെ ഫാമിലിയായിട്ട് തൊഴുതിട്ട് മധുരൈ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കുകയാണ്. അപ്പണ്ട് തൊട്ടപ്പുറത്ത് അഖിലിൻ്റെ ഒരു ഫ്രണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അഖിലിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള മുഖമാണല്ലോ നോക്കി. അപ്പോൾ അങ്ങനെ അഖിലിൻ്റെ അടുത്ത് ഞാൻ പോയി, ഹായ് അഖിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പാച്ചും അത്ഭുതം വിളക്കും കണ്ടിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫിലിം. അപ്പോൾ ആ ജോണർ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ജോണർ, ഫീൽ ഗുഡ് ജോണർ. അപ്പോൾ ഞാൻ അഖിലിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പാച്ചു അത്ഭുതം കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടം അങ്ങനെ പറഞ്ഞത്. അതെൻ്റെ ഒരു ഗിൽറ്റി പ്ലഷർ ആയിരുന്നു. കുറച്ച് കാലം ഉണ്ടായിരുന്നു ആ ഗിൽറ്റി പ്ലഷർ. എന്തെങ്കിലും നമുക്ക് വിഷമം വരുമ്പോൾ അതിലത്തെ ഒരു സീൻ എടുത്ത് കാണുക, അതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മൊബൈലിൽ എപ്പോഴും സേവ്ഡ് ആയിരുന്നു ആ ഫിലിം. അങ്ങനെ കണ്ട് സംസാരിച്ച് പോകുന്നത്ര ഉണ്ടായിട്ടുള്ളൂ. അവനൊരു 2-3 മന്ത്സ് കഴിഞ്ഞിട്ട് എന്നെ ബിജു ചേട്ടൻ പ്രൊഡക്ഷൻ കൺട്രോളർ വിളിക്കുന്നു. ഇങ്ങനൊരു പടം ഉണ്ട് വിഷ, അഖിൽ വിളിക്കുന്നു പറഞ്ഞു. അങ്ങനെ അഖിൽ വിളിച്ച് പറഞ്ഞു, വിഷ ചെറിയൊരു വേഷമാണ്, കുറച്ചുള്ളൂ, പക്ഷേ ഉള്ളത് നല്ലതാണ്. അന്ന് കണ്ടതുകൊണ്ടാണ് ഓർത്തതെന്ന് പറഞ്ഞു. അതായത് അന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടതുകൊണ്ടാണ് ഓർത്തത്. അപ്പോൾ നത്തിങ് ഈസ് എ കോ ഇൻസിഡൻസ് എന്ന് പറയാറില്ലേ. അതായത് തിരുവമ്പാടി കൃഷ്ണനും വടക്കുന്നാഥൻ എല്ലാവരും നമ്മളൊന്ന് അനുഗ്രഹിച്ചായിരിക്കാം ഇങ്ങനൊരു വേഷം വന്ന് പെടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെറുതാണെങ്കിലും നമ്മൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല, നമ്മൾ ഒരു ആർട്ടിസ്റ്റായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നത് മാക്സിമം നന്നായി ഭംഗിയായിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടറുടെ ഒരു കടമയുള്ളൂ. അപ്പോൾ നമ്മൾ അത്രേ ചെയ്തുള്ളൂ. പക്ഷെ അതിന് ഇത്രയ്ക്ക് അപ്രിസിയേഷൻ വരുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെ. അതെ, ഇപ്പം സത്യസാറിന്റെ ഫിലിംസ് നമുക്കറിയാം, നമുക്ക് ഒരു തരത്തിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നിരാശപ്പെടേണ്ടി വരില്ല അദ്ദേഹത്തിന്റെ ഫിലിംസ്. അപ്പം അഖിലേട്ടൻ എടുത്ത 2 ചിത്രങ്ങളായാൽ പോലും ആ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേരുടെ ഒരു ഇതുണ്ടല്ലോ, സത്യൻ സാർ എന്നുള്ള ഒരു സംവിധായകനും അഖിൽ സത്യൻ എന്നുള്ള സംവിധാനം, രണ്ടുപേരെയും ചേട്ടൻ എങ്ങനെയാണ് കാണുന്നത്? ലൈക്ക് സത്യൻ സാറിന്റെ ഫിലിംസിൽ ചെയ്തിട്ടില്ല, അത് ഭയങ്കര ഒരു സങ്കടം ഉണ്ട് ഉള്ളില്. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എനിക്ക് ആകെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരു എൻ്റെ ലിസ്റ്റ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, കുറച്ച് പേര്, അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുക, പിന്നെ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ എല്ലാവരെയും കൂടി വർക്ക് ചെയ്യുക, ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതിൽ എനിക്ക് മിസ്സായ കുറച്ച് ഡയറക്ടേഴ്സാണ് സത്യൻ സാറ്, സിബി സാറ്, നയൻ സാറ്, ഇവരൊക്കെ. അപ്പോൾ ഇനിയും വൈകിട്ടില്ല, ഇനിയും ചെയ്യുന്നുണ്ട്. സത്യൻ സാറ് ഇനി ചെയ്തുകൊണ്ടിരിക്കണല്ലോ. അപ്പം ഞാൻ അഖിൽ ത്രൂ സത്യേട്ടനിലേക്ക് കാണുന്നതാണ്. അപ്പോൾ അഖിലിന്റെ പടം ചെയ്താൽ ഓൾമോസ്റ്റ് സത്യൻ സാറിന്റെ പടം ചെയ്ത പോലെ ഒരു എഫക്റ്റ്. രണ്ടുപേരുടെ ഈ ഇപ്പോൾ അനൂപ് സത്യൻ ചെയ്ത പടമാണെങ്കിലും അഖിൽ സത്യൻ ചെയ്ത പടമാണെങ്കിലും ഏതാണ്ട് ഓൾമോസ്റ്റ് സത്യേട്ടൻ്റെ ഒരു ചായ്വ് ഉണ്ട്, ടച്ച് ഉണ്ട്, സത്യനന്ദിക്ക ടച്ച് ഉണ്ട് അതിൽ. അപ്പോൾ അവരും പിന്നെ ഫീൽ ഗുഡ് ആൾക്കാരാണ്. അപ്പോൾ ഈ ഫീൽ ഗുഡ് മൂവീസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊരു പ്രത്യേക ബഹുമാനമാണ്. കാരണം അവരെപ്പോഴും ഒരു ഹാപ്പി ജോളി കൈൻഡ് ഓഫ് എ ആയിരിക്കും, ഭയങ്കര നന്മയുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മളെ എപ്പോഴും അങ്ങനത്തെ ആൾക്കാർ വരും സറൗണ്ട് ചെയ്ത് നിൽക്കാൻ. സോ നമ്മളിലുള്ള ഒരു നന്മ പുറത്തു വരാൻ വേണ്ടിയിട്ട് നന്മയുള്ള ആൾക്കാർ വേണം നമ്മുടെ സറൗണ്ടിങ്സിൽ നിൽക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ പടം വർക്ക് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ആ ടീം മൊത്തം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉള്ള ടീമാണ്. ഇപ്പോൾ അഖിലിൻ്റെ അസോസിയേറ്റ്സ് ആണെങ്കിലും അസിസ്റ്റൻസ് ആണെങ്കിലും ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ട്. ആ പ്രൊഡക്ഷൻ ഹൗസ്, ഫയർഫ്ലൈ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും. അപ്പോൾ
അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നത് അഖിലിന് ആ ഒരു ഈ ഒരു കൈൻഡ് ഓഫ് പടം ചെയ്യാനുള്ള ബേസിക് ഇൻസ്പിറേഷൻ സത്യൻ സാർ തന്നെയാണ് തോന്നുന്നു. സത്യൻ സാർ തന്നെയാണ് തോന്നുന്നു. അയക്കോണം അഖിലേട്ടൻ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ഗുണ്ടകളെ കണ്ടിട്ടില്ല ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യൻ സാർ തന്നെ പറഞ്ഞേക്കുന്നത്, ഞാൻ എന്റെ ചുറ്റും കാണുന്ന കഥകൾ മാത്രമേ അവതരിപ്പിക്കാൻ, അതുകൊണ്ടായിരിക്കും നമുക്ക് ഇത്രയും അടുത്ത് നിൽക്കുന്ന കുറെ കഥാപാത്രങ്ങൾ കിട്ടുന്നത്. അതെ. നിവിൻ ചേട്ടന്റെ കൂടെ വീണ്ടും നിവിന്റെ കൂടെ കുറെ കാലത്തിന് ശേഷം, സെവൻസിന് ശേഷം അല്ലേ? സെവൻസിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? വീണ്ടും ഒന്നിക്കുന്നു. അല്ല, സെവൻസിന് ശേഷം ഞങ്ങൾ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തിരുന്നു സുനിൽ ഇബ്രാഹിമിന്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ കുറെ കാലത്തിന് ശേഷം വരികയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? നിവിൻ ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു കക്ഷിയല്ലേ. നിവിന്റെ ചിരി പോലെ തന്നെ ഭയങ്കര ഇന്നസെൻസും ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിവിൻ. ഭയങ്കര സപ്പോർട്ടീവാണ്. ഹീസ് ലൈക്ക് എ ബ്രദർ. നിവിനാണെങ്കിലും അജു ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ഇൻ ദ സെൻസ് നമ്മളൊരു സുഹൃത്തുക്കളെ പോലെയാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അവരുടെ കൂടെ കുറെ കാലത്തിന് ശേഷം കാണുന്നത് തന്നെ. ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല കുറെ കാലം. അപ്പോൾ കുറെ കാലത്തിന് ശേഷം അവരെ കാണുന്നതും അവരുടെ കൂടെ വർക്ക് ചെയ്യണതും അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ചെയ്യാനായിട്ട്. ഈ ശ്രീകുട്ടൻ എന്നുള്ളൊരു പരികർമ്മിയുടെ ഒരു വേഷം പറഞ്ഞപ്പം എന്തായിരുന്നു ആദ്യം മൈൻഡിൽ പോയിട്ടുണ്ടായിരുന്നു? കാരണം ചെറിയൊരു റോളായിരുന്നല്ലോ. അപ്പം ഞാനിത് ഓക്കെ പറയാം എന്നുള്ള ചിന്തിക്കാനുള്ള ഫസ്റ്റ് റീസൺ എന്തായിരുന്നു? ഞാൻ നോക്കുന്നത് എനിക്ക് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യണം. അതായത് പ്രത്യേകിച്ച് അഖിൽ സത്യൻ വിളിക്കാന്ന് പറയുമ്പോൾ എനിക്ക് അഖിൽ സത്യൻ, ഞാൻ പാച്ചുവാളപ്പം അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ ഫിലിം. അപ്പോൾ അതിൻ്റെ ഒരു സംവിധായകൻ വിളിക്കുന്നു, പ്ലസ് സത്യേട്ടൻ്റെ മകൻ വിളിക്കുന്നു. ആ ഒരു കൺസിഡറേഷൻ എന്തായാലും നമ്മൾ ഉണ്ടാവുമല്ലോ. നമ്മൾ വന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഡയറക്ടേഴ്സും പിന്നെ അവരുടെ സിനിമകൾ കണ്ടിട്ടാണ് നമ്മൾ വളരുന്നതൊക്കെ. അപ്പോൾ അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ഇഷ്ടം. അത് ചെറുതാണെങ്കിലും ശരി വലുതാണെങ്കിലും ശരി, ഈവൻ ഇപ്പം അതൊരു പാസിംഗ് ക്യാരക്ടർ ആണെങ്കിൽ വരെ വിളിച്ചാൽ നമ്മൾ പോയിട്ട് ആസ് ആൻ ആക്ടർ പോയി ചെയ്യാന്നേ ഉള്ളൂ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഭാഗ്യം വരിക. നമുക്കൊന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ സക്സസ് ആവും ഏത് സക്സസ് ആവില്ല എന്നുള്ളത്. നമ്മൾ മുഴുനീള കഥാപാത്രം അവതരിപ്പിച്ചിട്ട് ഒരു സിനിമയിൽ ഇപ്പോൾ 2.5 മണിക്കൂർ ഉണ്ടായാലും ഒരു 50 സീനിൽ നമ്മളുണ്ട്, 2 മണിക്കൂർ നമ്മളുണ്ട്. അത് ഓഡിയൻസ് നോട്ട് ചെയ്യാണ്ട് പോണതും ഒരു 2.5 മണിക്കൂറിൽ 2 മിനിറ്റ് ആണെങ്കിലും അത് ഓഡിയൻസ് നോട്ട് ചെയ്ത് എടുത്ത് പറയുന്നില്ല, അതല്ലേ കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നോട് പണ്ട് ലാൽ ജോസ് ഇല്ലേ, ലാലേട്ടൻ എന്നോട് പണ്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് 3 പേര് കാണുന്ന സിനിമയിൽ അഭിനയിക്കണോ അതോ 300 പേര് കാണുന്ന സിനിമയിൽ അഭിനയിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ 300 പേര് കാണുന്ന സിനിമയിൽ അഭിനയിക്കല്ലേ കുറച്ചുകൂടി നല്ലത് നമുക്ക്. ആൾക്കാരെ എന്റർടൈൻ ചെയ്യാനും അവർ കാണാനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട വേഷങ്ങൾ ചെയ്യാം. അതെ, ഈ ഒരു 2.5 മിനിറ്റിന്റെ കാര്യം പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ തന്നെ പറയാൻ കാരണം ആ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശ്രീകുട്ടൻ അത്രയധികം ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഏറ്റവും കൂടുതൽ കിട്ടിക്കുന്ന ഒരു മറുപടി അല്ലെങ്കിൽ റെസ്പോൺസ് എന്തായിരിക്കും ഈ ഒരു ഫിലിം ഇറങ്ങിയതിന് ശേഷം ശ്രീകുട്ടനെ കിട്ടിയിട്ടുള്ളത്? അതായത് ഇപ്പൊ കുറെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്ത് വളരെ ഇഷ്ടപ്പെട്ടു, വില്ലൻ വേഷങ്ങൾ നന്നായിട്ട് ചേരും. അപ്പൊ അത് ഹെയർ സ്റ്റൈലും ലുക്കും പിന്നെ അത് പക്ക ഒരു ഇതല്ലല്ലോ, പക്ക കോമഡി അല്ലല്ലോ, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടല്ലോ ആ ക്യാരക്ടറിന്. ചിലപ്പോ അതുകൊണ്ടായിരിക്കാം നോട്ട് ചെയ്തത്, ആ നെഗറ്റീവ് ഷെയ്ഡ് ഉള്ളതുകൊണ്ടായിരിക്കും. തൊട്ടടുത്ത സീനിൽ അത് പോവും. പക്ഷെ ആ കുറച്ച് വില്ലൻ കഥാപാത്രങ്ങൾ ചേരും എന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ ഞാനിത് ആഗ്രഹിച്ചിരുന്നു. അതായത് ഞാനിപ്പോ കൂടുതലും കോമഡി ചായ്വുള്ള ക്യാരക്ടറാണല്ലോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോ ഇപ്പോ കുറച്ച് ഇപ്പൊ നമ്മുടെ പ്രായം നോക്കുമ്പോൾ ഐ മീൻ മൈ 40s. അപ്പോൾ കുറച്ചും കൂടിയും ക്യാരക്ടർ ഓറിയന്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ കുറച്ച് അധികം മെസ്സേജുകൾ വരുന്നത് നിങ്ങൾക്ക് വില്ലൻ വേഷം നന്നായി ചേരും, കുറച്ച് ക്യാരക്ടറൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്നതിനെ കുറിച്ച് മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. നമുക്ക് കുറച്ചും കൂടിയൊക്കെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ ആസ് ആൻ ആക്ടർ. ഇപ്പം 40s പറഞ്ഞല്ലോ, ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, നമുക്കൊക്കെ പ്രായയുടെ നമ്മൾ ഇറങ്ങിയിട്ട് ഇത്രയും വർഷമായി 25 years ആവാനാണ് പോകുന്നത്. 2 വർഷം. അതെ, പക്ഷെ സ്റ്റിൽ നൂലുണ്ട എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. നൂലുണ്ടനെ എല്ലാവർക്കും അറിയാം. ഞാൻ മലയാളം എന്റെ അമ്മയോട് പോലും പറഞ്ഞപ്പോ അമ്മയ്ക്ക് പെട്ടെന്ന് ആളെ പേര് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല. നൂലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് പെട്ടെന്ന് കിട്ടി. ഇന്നും ആൾക്കാരും മറന്നിട്ടില്ല. അപ്പൊ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് നൂലുണ്ടനെ ഓർത്തിരിക്കുകയാണ്. എന്താ പറയാനുള്ള ആ ഒരു ഫിലിമിനെ കുറിച്ചിട്ട്? അല്ലെങ്കിൽ ഭയങ്കര ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഭാഗ്യം ഉണ്ടെന്ന് പറയാം. കാരണം ഞാൻ ഒരിക്കലും ഒരു ഹീറോ ക്യാരക്ടറോ സെൻട്രൽ ക്യാരക്ടറോ ചെയ്തിട്ടില്ല സിനിമകളിൽ. പിന്നെ ചെയ്തതൊക്കെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സ്. പക്ഷെ എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സൊക്കെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ചേടതി സാബു ആണെങ്കിലും, ചേടതി സാബു അല്ലെങ്കിൽ വാലുവാസു, നരനില വാസുകുട്ടൻ, അബ്ബാസ്, സ്വപ്നക്കൂട്. അപ്പോൾ എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സും ആ സിനിമകളൊക്കെ ഓടിയിട്ടുമുണ്ട്. അതൊന്ന്. പക്ഷേ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു 10 വർഷത്തോളം സിനിമകളൊന്നും ചെയ്തില്ല. പിന്നെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒരു സിനിമയിൽ വന്നിട്ട് ഓഡിയൻസ് അത് നോട്ട് ചെയ്യുന്നുണ്ട്, അത് എടുത്ത് പറയുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭാഗ്യം തലക്കടിച്ചിരിക്കുകയാണ്. അതായത് ദൈവം ശരിക്കിരുന്ന് അനുഗ്രഹിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതന്നെ ദൈവാധീനം.
എങ്കിലും അന്നത്തെ ആ കാലം ഒരു ഓർത്തെടുക്കുകയാണെങ്കിൽ, നമ്മളുടെ ടൈം ഓർത്തെടുക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ എന്താ ഫീൽ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഏജായി, മുടിയൊക്കെ നരച്ചു, പ്രായമായി. പ്രായമായി, അതാണ് ആദ്യം വരുന്നത് മൈൻഡിൽ. എങ്കിലും കമൽ സാറിനെ പോലുള്ള ഒരാളുടെ ഒരു ലെജൻഡിന്റെ ഒരു ഫിലിമിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സിനിമ. എന്തായിരുന്നു അന്ന് മൈൻഡിലുണ്ടായിരുന്നത്? അന്നൊന്നുമില്ലല്ലോ മൈൻഡിൽ നമുക്ക്, കാരണം ഇതിനെ കുറിച്ച് അറിയില്ല. കുറച്ചും കൂടി മൈൻഡിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവുക നമ്മുടെ ജിഷ്ണുവും സിദ്ധു ആയിരിക്കും. കാരണം അവർക്ക് സിനിമയെ കുറിച്ച് അറിയാം, അവര് നെപ്പോ കിഡ്സ് ആണ്, അവർക്ക് സിനിമയെ കുറിച്ച് അറിയാം, പേര് ചീത്തയാക്കരുത്, അങ്ങനത്തെ കുറച്ച് ടെൻഷൻ നടന്നു. നമുക്ക് ഒന്നുമില്ലല്ലോ. കാരണം ഞാൻ തുടങ്ങിയത് ഗ്രാമഫോൺ എന്ന് പറഞ്ഞ പടത്തില, കമൽ സാറിന്റെ പടത്തില, ദിലീപേട്ടൻ്റെ അനിയനായിട്ട്. അപ്പോൾ എനിക്ക് അന്നും ഒരു ഇതുണ്ടായിരുന്നില്ല, പേടിയില്ല, ടെൻഷനില്ല. കാരണം ഇതിന്റെ ടെക്നിക്കൽ വശങ്ങൾ അറിയില്ല. ക്യാമറ അവിടെ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കണം, ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മളോട് ഡയറക്ടർ പറഞ്ഞു, ഇതാണ് സാധനം, ഇത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ 2-3 ഹിറ്റായി, നമ്മൾ ഇത് കരിയറായിട്ട് ചൂസ് ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് നമുക്ക് ടെൻഷൻ വന്നു തുടങ്ങിയത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം, ഒരു ക്യാരക്ടറിന് റെപ്യൂട്ടേഷൻ വരാൻ പാടില്ല. ആക്ടർ ഇപ്പോൾ കോമഡി തന്നെ ചെയ്യണമെങ്കിലും പല കോമഡീസ് ഡിഫറെൻറ്റ് ആയിരിക്കണം, എന്നാൽ ആ ക്യാരക്ടറിൽ നിന്ന് ചെയ്യണം. അതൊക്കെ പിന്നീടാണ് പഠിച്ചത്. അപ്പോൾ ആ തുടക്ക കാലഘട്ടങ്ങളിൽ ഒന്നിനെക്കുറിച്ചും ബോധവടല്ല, നമ്മൾ എൻജോയ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഈ കിട്ടിയ ഒരു അനുഗ്രഹത്തിനെ നമ്മൾ വേസ്റ്റ് ആക്കി. അതെ, ആ ഒരു പാട്ടും അതുപോലെ രാക്ഷസി, അതെ സ്റ്റിൽ എനിക്ക് കോളേജിലായ പോലെ എവിടെയും ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. അന്നും ആ പാട്ടിന്റെ ഒരു റോൾ എങ്ങനെയായിരുന്നു? കാരണം നിങ്ങളാണ് നേരിട്ട് ഇതായിട്ടുണ്ടാവുക. ആ പാട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾ എവിടെ പോയാലും, ഏത് ഫംഗ്ഷന് പോയാലും ആ പാട്ടിന്റെ ഒരു 4 വരി നമ്മളെല്ലാവരും കൂടിയിട്ട്, ഇപ്പോൾ സിദ്ധു ചേട്ടൻ എല്ലാവരും കൂടി പാടും. അങ്ങനെയായിരുന്നു നമ്മൾ ഓഡിയൻസിനെ കൈയെടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്പീച്ചിൽ പോയാലും, ഇപ്പം നമ്മൾ പ്രസംഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. കാരണം ഇത്രയും ഓഡിയൻസിനെ ഒരുമിച്ച് കാണുമ്പോൾ ആരെങ്കിലും സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ കറച്ചു പോകും. പക്ഷേ നമുക്ക് സ്പീച്ചിൽ കയ്യിൽ നിന്ന് പോയാലും പാട്ടിൽ പിടിക്കാം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി വരെ ഞങ്ങൾ സിദ്ധുവിന് ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിനു ശേഷം സിദ്ധുവിൻ്റെ ഒരു സ്വീകരണത്തിന് വേണ്ടി പോയിരുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കമൽ സാർ ഉണ്ടായിരുന്നു അവിടെ ഗസ്റ്റായിട്ട്. അങ്ങനെ കമൽ സാറിനെയും കണ്ടു. ഞങ്ങളെല്ലാവരും ദിനേശ് ഉണ്ടായിരുന്നു, ശ്രീകുമാർ ഉണ്ടായിരുന്നു, സിദ്ധു, ഞങ്ങൾ മൊത്തം ടീം ഉണ്ടായിരുന്നു. അത് നമ്മൾ റീയൂണിയൻ പോലെ ആയിപ്പോയി ലാസ്റ്റ്. അവസാനം ഞങ്ങൾ സ്റ്റേജിൽ കയറിയിട്ട് ഈ രാക്ഷസി പാടി അവിടെ മൊത്തത്തിൽ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പോകുന്നു. ഞങ്ങളൊരു സീക്വലിനെ കുറിച്ചൊക്കെ ആലോചിച്ചു പടത്തിന്റെ, നമ്മൾ 2 എന്നൊക്കെ രീതിയിൽ. അന്നത്തെ കോളേജ് സ്റ്റുഡൻസ് ഇന്ന് എന്താണ് എന്നുള്ള, ജിഷ്ണുവിന്റെ ആബ്സെൻസ് എന്തൊക്കെയാണ്, പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയില്ല. അത് പറഞ്ഞ പോലെ വലിയൊരു സങ്കടം ആണ്. എന്തൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ജിഷ്ണു ചേട്ടൻ്റെ ആ ഒരു ആബ്സെൻസ്. ജനിച്ചാൽ എന്തായാലും ഒരു ദിവസം നമ്മൾ മരിക്കും, നമുക്ക് എന്താ പറയാ, ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ അത് കുറച്ച് ഏർലി ആയി പോയി. പുള്ളി നമുക്ക് കുറെ സ്ട്രഗിൾ ചെയ്തു. അപ്പൊ അത്രയ്ക്കൊന്നും സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല. കാരണം എപ്പോഴും ഭയങ്കര തമാശ കളിച്ച്, എപ്പോഴും ചിരിച്ച്, നമ്മളെപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത്, എപ്പോഴും എന്താ പറയുക, ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു കക്ഷിയായിരുന്നു ജിഷ്ണു. അപ്പോൾ ഇത് കുറച്ച് ഏർലി ആയി പോയി. പക്ഷേ എന്താ ചെയ്യുക, നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക, മൂവ് ഓൺ ചെയ്യുക. പക്ഷെ അവൻ തന്നിട്ടുള്ള മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പം ഈ രാക്ഷസി പാട്ടിൻ്റെ സംഭവം തന്നെ ഞങ്ങൾ ഒരുമിച്ച് പാടുന്ന സമയത്ത് ഇവൻ പാടില്ല, ഇവൻ വായനൊക്കെ ഉള്ളു. ഞങ്ങൾ പാടും, ഞങ്ങൾ മനസ്സിലുണ്ടോ പ്രേമം എന്ന് പറയുമ്പോൾ ഇവൻ ഇങ്ങനെ പറയും, പക്ഷെ ഇവൻ പാടില്ല. ഒരു ദിവസം ഞങ്ങളെല്ലാവരും നിർത്തി, പാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് പ്ലാൻ ചെയ്ത് നിർത്തി. അപ്പോഴും ജിഷ്ണു കണ്ണടച്ച് പാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ കുറെ ചെറിയ കോമഡികളുണ്ട്. അതിനുശേഷം വന്ന ഒരു ക്യാരക്ടറാണ് അബ്ബാസ്. വീണ്ടും ഒരു കൂട്ടം ചെറുപ്പക്കാർ വരുന്നു. അതിനിടയ്ക്ക് അബ്ബാസ് വേറിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെ. ആ അബ്ബാസിന്റെ ഒരു പിറവി, അതുപോലെ തന്നെ അബ്ബാസ് വീണ്ടും സാറിനൊപ്പം തന്നെ ഒരു ചിത്രം. എങ്ങനെ ഉണ്ടായിരുന്നു ആ ടീം? ഭയങ്കര എക്സ്പീരിയൻസ്ഡ് വൻ ടീമുകളാണ്. ഇപ്പൊ നമ്മളിൽ വരുമ്പോൾ എല്ലാവരും ന്യൂ കമേഴ്സ് ആയിരുന്നു. മറ്റേൽ വരുമ്പോൾ എല്ലാവരും പുലികളാണ്. ഇപ്പോൾ ചാക്കോച്ചൻ നമ്മളെക്കാളും സീനിയർ, രാജു, പൃഥ്വിരാജ്, ജയസൂര്യ. ആ സിനിമയുടെ ഒരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ, കമൽ സാർ ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കഥ പറയില്ലേ, കമൽ സാർ കഥ പറയുമ്പോൾ ഈ കഥ കേൾക്കുന്ന ആളായിരിക്കും ആ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടർ. അങ്ങനെയാണ് കമൽ സാർ കഥ പറയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്യാരക്ടറിന് ഇമ്പോർട്ടൻസ് തോന്നിക്കാൻ വേണ്ടിയിട്ട് കമൽ സാർ കഥ പറയാം. അപ്പോൾ കമൽ സാറാണ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട്, അത് പണ്ട് ശങ്കരാടി ചേട്ടനോട് കഥ പറഞ്ഞിട്ട് ശങ്കരാടി ചേട്ടൻ അവസാനം ചോദിച്ചത് കമൽ സാറോട്, അല്ല കമലെ ഞാനാണോ സിനിമയിലെ നായകൻ എന്ന് ചോദിച്ചിട്ട് കമൽ സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട്. ഇതുപോലെ തന്നെ ഞാൻ കമൽ സാറും കൂടിയിട്ട് ഒരു ട്രിവാൻഡ്രത്ത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് കമൽ സാർ സ്വപ്നം കൊണ്ട് കഥ പറയണം, ട്രെയിനിൽ വെച്ചിട്ട്. അപ്പൊ ഞാനും കഥ മൊത്തം കേട്ടു. കഥ മൊത്തം കേട്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, ഓ സിനിമയിൽ ഞാനാണോ നായകൻ? ജയസൂര്യ, കുഞ്ചാക്കോ, പൃഥ്വിരാജ് ചിന്തിച്ചല്ലേ? ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ തന്നെ സെൻട്രൽ ക്യാരക്ടർ. ഞാൻ കേട്ടു.
സിനിമ ഷൂട്ട് തുടങ്ങിയപ്പോ എനിക്ക് സംഗതി പിടി കിട്ടി. അത് ശരി, കമൽ സാറ് നമുക്ക് പക്ഷേ പിന്നീട് ഞാൻ ആ സിനിമ റിലീസായതിനു ശേഷം കണ്ടപ്പോഴാണ് മനസ്സിലായത് എന്റെ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ, ഭയങ്കര ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ് അതില്. കാരണം എനിക്ക് കോമഡി ഉണ്ട്, ഇവരുടെ കൂടെ ഉള്ള കോമഡി ഉണ്ട്, ഭാവന നമ്മുടെ ജാസ്മിനായിട്ടുള്ള കോമഡി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ അമ്മ മരിക്കുമ്പോ അവരെ അവർ ആ വീടിന്റെ വീട് മാറണമെന്ന് പറഞ്ഞു വരുമ്പോ അവിടെ ഒരു ഇന്റൻസ് സീൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹനീഫ്ക്കാരുടെ അടുത്ത്, കൊച്ചിൻ ഹനീഫ്ക്കാരുടെ അടുത്ത് അവിടെ പോയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്റെ സിസ്റ്റേഴ്സിന്റെ കല്യാണം പോണ്ടിച്ചേരിയിൽ നടക്കുന്നു, അല്ല ഇവിടെ മാഹിയിൽ വെച്ച് നടക്കുന്നു. എനിക്ക് ഇവരെ വിട്ട് പോകാനും പറ്റില്ല, ഇവർക്കാണെങ്കിൽ ഇവര് ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കുക. അപ്പൊ ഞാനൊരു ഹെൽപ്ലെസ് സിറ്റുവേഷനില്ല, ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ ഞാൻ മൊത്തം നോക്കിയപ്പോ കമൽ സാർ ശരിക്കും പറഞ്ഞ കഥ പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ്, ഭയങ്കര ഇതാണ്. അതായത് ഭയങ്കര ഒരു ഗ്രാഫുള്ള ഒരു ക്യാരക്ടറാണ് അത്. അപ്പൊ അത് എന്നെ വിശ്വസിച്ച് കമൽ സാർ പറഞ്ഞ, കമൽ സാറിന് ഹാറ്റ്സ് ഓഫ്, കമൽ സാർ അത് എനിക്ക് തന്നൂലോ. പക്ഷെ ഞാനത് പെർഫോം ചെയ്യണേക്കാളും മുന്നേ ഒന്നുകൂടി ഉൾക്കൊണ്ടിരുന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിരുന്നു ആ ക്യാരക്ടർ, അബ്ബാസിന്റെ ക്യാരക്ടർ. പിന്നെ വന്ന 2 വാസുമാരും, പിന്നെ വാസുകൂട്ടനും വാലുവാസും. അതെ, വീണ്ടും അതെ വാസുകൂട്ടൻ. ഞാനിങ്ങനെ ജോഷി സാറിനായിട്ട് ഞാൻ നമ്മളിറങ്ങിയതിന് ശേഷം ഇവിടെ ഗുരുവായൂർ ഭാഗത്ത് എന്റെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രശസ്തി ആസ്വദിക്കാൻ വേണ്ടി നിൽക്കൂലേ, 10-20 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെന്ന് പുറത്ത് നിൽക്കുക. അപ്പൊ ഒരു കോളേജ് വണ്ടി ഫ്രണ്ടിൽ പാസ് ചെയ്ത് പോകും, നല്ല പരിചയമുള്ള ഒരാളാണല്ലോ എന്റെ ഉള്ളിൽ നോക്കുന്ന സമയത്ത് ജോഷി സാറ്. അപ്പൊ ജോഷി സാറ് ഇങ്ങനെ കാണിച്ചു, ഞാൻ സാർ ഇങ്ങനെ കാണിച്ചു, കഴിഞ്ഞു, അത്ര ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ എന്നെ നരനെ വിളിക്കണം. നരനെ ആ ഒരു ഇതിലാണോന്ന് അറിയില്ല, പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞതിന് ശേഷം നരനെ വിളിച്ചിട്ട് ഞാൻ സാറിനെ കണ്ടപ്പോൾ ജോഷി സാറിനോട് ആദ്യം പറഞ്ഞത് ഓർമ്മയുണ്ടോ, നമ്മൾ അവിടെ വെച്ച് കണ്ടത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു സാറ്. സാറത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മുടെ പോലത്തെ ചെറിയ ആക്ടേഴ്സിനോട് അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ സാർ അത് ഓർത്ത് പറഞ്ഞു. പക്ഷെ എന്നെ ആയിരുന്നില്ല കേട്ടോ ആദ്യം കാസ്റ്റ് ചെയ്ത്, അത് കുറച്ചുകൂടി ലെങ്തി ക്യാരക്ടർ വേറെ എന്തോ ആയിരുന്നു, വേറെ ആർട്ടിസ്റ്റ് ആയിരുന്നു ബേസിക്കലി. എന്നിട്ട് അത് പെട്ടെന്ന് ഡേറ്റ് ക്ലാഷ് ആവുകയും സബ്ജക്റ്റ് മാറുകയും എന്താ ചെയ്തപ്പോഴാണ് എന്നെ കാസ്റ്റ് ചെയ്തത്. എന്നിട്ട് നരൻ, ചൈന വൻമതിൽ, മോഹൻലാൽ സാർ ഫ്രണ്ടില്. അപ്പൊ ഞാനാണെങ്കിൽ ലാൽ സാറിന്റെ ഭയങ്കര ഫാൻ, അയാൾ സാറിന്റെ ഭയങ്കര ഫാൻ. ലാൽ സാർ, മമ്മൂട്ടി സാർ നമ്മുടെ ദൈവങ്ങളാണ്, അപ്പോൾ അങ്ങനെയാണ് അവരെ വർഷിപ്പ് ചെയ്യണം. അപ്പോ ഈ ക്യാരക്ടർ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും എന്നോട് രഞ്ജൻ പറഞ്ഞിരുന്നില്ല. ഞാൻ പോയി ആസ് യൂഷ്വൽ ഒരു സിനിമയ്ക്ക് പോണ പോലെ പോയി അവിടെ നിൽക്കുക. അപ്പം എന്നോട് ഷോട്ട് വെച്ചിട്ട് ശേഷം അഭിനയിക്കാൻ വേണ്ടി വിളിക്കുക. അപ്പോഴാണ് രഞ്ജനേട്ടൻ ബാക്കിൽ നിന്ന് തോണ്ടിയിട്ട്, നീ എന്ത് കാണാനാ പോണ്, എന്ത് അഭിനയിക്കാനാ ചെയ്യുന്നത്, ഈ പോണ് നിനക്ക് വല്ല അറിയുമെന്ന് ചോദിച്ചു. ഒന്നറിയില്ല എന്ന് പറഞ്ഞു. നിനക്ക് ലാലേട്ടൻ എങ്ങനെയാന്ന് ചോദിച്ചു, മോഹൻലാൽ നിനക്ക് എങ്ങനെയാന്ന് ചോദിച്ചു. ലാൽ സാറിന് നമ്മൾ അത്രയധികം ഇഷ്ടമാണ് ലാൽ സാറിന്. മോഹൻലാല് വിജീഷിന് എങ്ങനെയാണോ അതുപോലെയാണ് വേലായുധേട്ടൻ വാസുകൂട്ടൻ. അത് മനസ്സിൽ വെച്ചോ, എന്നിട്ട് പോയി ചെയ്തോന്ന് പറഞ്ഞു. അത് തന്നെയായിരുന്നു ആ ത്രൂ ഔട്ട് സിനിമയിലും എന്റെ ക്യാരക്ടറിന്റെ ഉള്ളിൽ അത് തന്നെയായിരുന്നു. അത് പേര് മാത്രം വേലായുധൻ വാസുകൂട്ടൻ എന്നാണല്ലോ, ശരിക്കും മോഹൻലാൽ വിജീഷ് തന്നെയാണ്. നമ്മള് വേലായുധേട്ടനെ ആരാധിക്കുന്ന പോലെ ലാൽ സാറിനെയും ആരാധിക്കുന്നത്. അങ്ങനെയാണ് നരൻ. ഞാൻ ഈ നരൻ ചെയ്യുന്ന സമയത്ത് അവിടെ എന്റെ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ, തടി കുറച്ചുകൊണ്ടിരിക്കുന്ന സമയം, യോഗയൊക്കെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങി കുറച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ അതിൽ നരനിൽ തന്നെ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴേക്കും ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടുണ്ട്. നല്ലോണം മെലിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്ത പടമാണ് പുലിജന്മം. ഇതിന്റെ ഡബിങ്ങിന് വേണ്ടിയിട്ട് അതിന് മുന്നേ എന്നെ കാസ്റ്റ് ചെയ്തു ക്ലാസ്മേറ്റ്സിൽ. അപ്പോ ഇതിന്റെ ഡബിങ്ങിന് വേണ്ടി ലാൽ മീഡിയ പോയപ്പോഴാണ് എന്നെ നമ്മുടെ ലാൽ ജോസേട്ടൻ അവിടെ ഉണ്ട്, മൂപ്പരെന്നെ കാണുന്നത്. നീ ആരോട് തടി കുറച്ച്, എന്തിനാണ് തടി കുറച്ച് ചോദിച്ചു. നിന്നെ തടിയിലുകൊണ്ടാണ് ഞാൻ അതിൽ കാസ്റ്റ് ചെയ്തെന്ന് ക്ലാസ്മേറ്റ്സ്. ഞാൻ ദയവ് ചെയ്ത് മാറ്റരുത്, നമ്മള് ചെറിയ ചതിക്കരുത്. കാരണം ഞാൻ ഈ കോമഡി അല്ല, കുറച്ച് ക്യാരക്ടർ റോൾസ് ഒക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പക്ഷെ മൂപ്പര് ഇല്ല, നമുക്ക് ചെയ്യടാ, കുഴപ്പമൊന്നുമില്ലടാ എന്ന് പറഞ്ഞ് പുള്ളി കാസ്റ്റ് ചെയ്യുകയും അങ്ങനെയാണ് ക്ലാസ്മേറ്റ്സ് സംഭവിച്ചത്. ക്ലാസ്മേറ്റ്സ് ആണെങ്കിൽ ഇപ്പൊ നമ്മളുടെ വേറൊരു വെർഷൻ. നമ്മള് ആ സമയത്തെ 2002 കോളേജ് ആണെങ്കിൽ ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞാൽ 90s കോളേജാ, കുറച്ച് പീരിയോഡിക്കൽ. അപ്പൊ അത് ആ കാലഘട്ടം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതും എല്ലാവരും ശരിക്ക് ഏതാണ്ട് ഒരേ സമയത്ത് വന്ന ആൾക്കാർ. ഇപ്പൊ രാജു ആണെങ്കിലും ഞാനാണെങ്കിലും എല്ലാവരും ഏതാണ്ട് ഒരേ സമയത്ത് ഇൻഡസ്ട്രിയിൽ വന്ന ആൾക്കാരാണ്. ജയൻ, ഇന്ദ്രജിത്ത്, എല്ലാവരും ഒരേ സ്ഥലത്തായിരുന്നു താമസം. അപ്പൊ ഞങ്ങള് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോയിട്ട് പഠിച്ചിട്ട് തിരിച്ചു വരുന്ന പോലെയായിരുന്നു ആ മൊത്തം ലൊക്കേഷൻ. ഈ വാലുവാസു കണ്ട സമയത്തായിരിക്കും ആൾക്കാരൊന്നും ഞെട്ടിയിട്ടുണ്ടാവുക, ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ഒരു സംഭവം
അതെന്നോട് ലാലേട്ടൻ പറഞ്ഞിരുന്നു. അതായത് ആ പുതിയ പയ്യൻ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് പുതിയ പയ്യനല്ല, ആ പുതിയ പയ്യനല്ല, ആ വിജീഷാണ് മുതലുണ്ടാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആ പുതിയ പയ്യൻ കുഴപ്പമില്ല കേട്ടാന്ന്. പക്ഷെ ആ സമയത്താണ് അത് എന്താ വെച്ചാല് ഞാന് അത്രയ്ക്ക് മെലിയണം എന്ന് എന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ ഓവറായിട്ടുള്ള ഒരു സൈസ് ഒന്ന് കുറച്ച് കുറയ്ക്കണം, ഒന്ന് ഷേപ്പ് ആവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ പ്രോസസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. തടി കുറച്ച പ്രോസസ്സും പിന്നെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് ഇഷ്ടമായപ്പോൾ ശരീരം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയതാണ്. പിന്നെ ഞാൻ എന്നെ കാണുമ്പോൾ തന്നെ അത് എനിക്ക് ഇതിൽ കണ്ടപ്പോൾ തന്നെ തോന്നി, നമ്മുടെ പുലിജന്മത്തിന്റെ ഡബിങ്ങിൽ പോയപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ തോന്നി എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടല്ലോ തോന്നി. പക്ഷെ കുഴപ്പമില്ല, ക്ലാസ്മേറ്റ്സ് ഹിറ്റാണു, അതും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു, അതും സന്തോഷം. അതെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? ലൈക്ക് യോഗ തന്നെയായിരുന്നു കംപ്ലീറ്റ് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നത്? തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് യോഗ പ്രാക്ടീസ് ആണ്. അപ്പൊ ബേസിക്കലി അതിന്റെ ഗട്ട് കറക്റ്റ് ആക്കാന്നുള്ളതാണ്. അപ്പൊ ഗട്ടിനെ പ്രോപ്പർ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഗട്ട് ഹെൽത്ത് ആണല്ലോ എല്ലാതും ഇതിന്റെ. അപ്പൊ അതിനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടാണ് യോഗ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ യോഗ ചെയ്തതിന് ശേഷം പിന്നീട് ഞാനത് കുറെ മാറ്റങ്ങൾ വരുത്തി. എനിക്ക് ഒരുപാട് കളരി പ്രാക്ടീസ് ചെയ്യാൻ പോയി, സ്വിമ്മിങ് പോയി, പിന്നീട് ഇപ്പൊ വെയിറ്റ് ട്രെയിനിങ്, ബോഡി ബിൽഡിംഗ് തുടങ്ങി, അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇപ്പോ എന്റെ റൂട്ടീൻ എങ്ങനെയാ വെച്ചാൽ ഞാനൊരു 2 മണിക്കൂർ എവറി ഡേ മോർണിംഗ് എന്റേതായിട്ടുള്ള റൂട്ടീൻ ഉണ്ട്. അതിൽ ഞാൻ ഇഷ ഫൗണ്ടേഷനിൽ കുറെ സാധനാസം കുറെ പ്രാക്ടീസുകളൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഇഷ ഫൗണ്ടേഷനിൽ. അപ്പൊ ഞാൻ എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ അത് മാറ്റി 2 hours. അതായത് ഒരു പ്രോപ്പർ 20 minutes വാമപ്പ്, ഒരു 40 minutes വെയിറ്റ് ട്രെയിനിങ്, അത് കഴിഞ്ഞാൽ ഒരു 30 minutes യോഗ, അത് കഴിഞ്ഞാൽ ഒരു 10 minutes and 21 minutes മെഡിറ്റേഷൻ. ഇത് കഴിഞ്ഞാൽ മോർണിംഗ് സംഭവങ്ങൾ കഴിയും. ഈവനിങ് ഒരു 10,000 steps നടക്കാൻ വേണ്ടി പോകും. നമ്മളൊരു മോഡറേറ്റ് വാക്ക് രീതിയിൽ പോകും. അത് എവറി ഡേ ഉള്ളതാണ്. വർക്കൗട്ട് ചിലപ്പോൾ നമ്മൾ 1-2 ദിവസം റെസ്റ്റ് കൊടുത്താലും വാക്കിംഗ് എവറി ഡേ ഉണ്ടാവും. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാനൊരു തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, 4-5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും നമ്മൾ സ്ട്രെസ് അടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് നടന്നു വരുമ്പോഴേക്കും ഒക്കെ ഒന്ന് ക്ലിയർ ആയി, എല്ലാം സോർട്ട് ഔട്ട് ആയി. എനിക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ട് തോന്നിയില്ല. അത് അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇപ്പം മുമ്പോട്ട് കൊണ്ടുപോകും. ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ നടത്തം തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. പക്ഷേ വർക്ക്ഔട്ട് റൂട്ടീൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 18-19 വർഷത്തോളം. പിന്നെ ഡയറ്റ് ലൈഫ് സ്റ്റൈലാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. 16-8 രാവിലെ 10 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് 1 മണിക്ക്, 6 മണിക്ക് മുന്നേ ഡിന്നർ. അതിനുശേഷം ഒന്നും കഴിക്കില്ല. പിന്നെ കഴിക്കുന്നതിൽ തന്നെ ഞാൻ ലാക്ടോസ് എനിക്ക് ചെറിയ സെൻസിറ്റീവ് ആണ്, പാലിന്റെ ഡയറി പ്രോഡക്ട്സ്. പിന്നെ ഗ്ലൂട്ടൻ സെൻസിറ്റീവ് ആണ്, മൈദ ഗോതമ്പ് ഐറ്റംസും സെൻസിറ്റീവ് ആണ്, അത് കഴിക്കില്ല. പിന്നെ റിഫൈൻഡ് ഷുഗർ, സ്വീറ്റ് അത് കഴിക്കില്ല. പ്രോസസ്ഡ് ഫുഡ് കഴിക്കില്ല. ഫ്രൈഡ് ഫുഡ് കഴിക്കില്ല. പിന്നെ നോൺ വെജിലും ഞാൻ ആകെ കൂടി ചിക്കൻ, എഗ്സ് കഴിക്കുക. ഫിഷ് എനിക്ക് ആ ടേസ്റ്റ് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല. ചിക്കനും എഗ്സ് മാത്രമേ പ്രോട്ടീൻ സോഴ്സ് ആയിട്ട് എടുക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഒക്കെ നോർമൽ നമ്മുടെ ചെറുപയർ അങ്ങനത്തെ വെജിറ്റേറിയൻ ശരി, ഇത് ഫോളോ ചെയ്ത് പോകണം കുറെ കാലഘട്ടമായിട്ട്. നിർത്താണ്ട് അങ്ങനെ പോട്ടെ. പറഞ്ഞല്ലോ, നല്ലൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പൊ വീണ്ടും വരുന്നത് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഗ്യാപ്പിൽ എവിടെ മാറിയിട്ടുണ്ടായിരുന്നത്? അതായത് ഇപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതെ, എന്തൊക്കെ നമ്മള് പൈസ ആണോ എല്ലാം ചോദിച്ചു കഴിഞ്ഞാലും ഒരു 90% പ്രശ്നങ്ങൾ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ തീരാവുന്നതാണ്. അപ്പൊ എനിക്ക് ഖത്തറിൽ ഓൾറെഡി ജോലി ഉണ്ട്. എന്റെ അച്ഛന്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ട്, കാർപ്പൻട്രി ഉണ്ട്, നമുക്ക് കുറച്ച് ചെറിയ രീതിയിൽ കുറച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ട്. അപ്പൊ അതിലെനിക്ക് ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സിനിമ ഉള്ളപ്പോൾ നാട്ടിലേക്ക് വന്നിട്ട് സിനിമ ചെയ്യും, പോവും, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് അവിടെയും ഉറപ്പില്ല ഇവിടെയും ഉറപ്പില്ലാത്ത അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ എക്സ്പെൻസുകൾ ഭയങ്കര കൂടുതലാണ്. ഈ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ഞാൻ കൈ നിർത്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഞാനൊരു 20ാമത്തെ വയസ്സിൽ എന്റെ കരിയർ തുടങ്ങി. ഒരു 30 വയസ്സായി, 2012 ആയപ്പോഴേക്കും 30 കഴിഞ്ഞു. എന്നിട്ടും ഞാൻ ആലോചിക്കണത്, അതായത് സ്റ്റെബിലിറ്റി ഇല്ല, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഫിലിം എന്നില്ല. ഞാൻ നോക്കുമ്പോൾ എനിക്ക് അവിടെ സ്റ്റെബിലിറ്റി ഉണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു കുറച്ച് ബ്രേക്ക് എടുക്കാം. ഒരു 3-4 വർഷം ബ്രേക്ക് എടുത്തതിന് ശേഷം ഒന്ന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയതിനു ശേഷം നമ്മുടെ പാഷന് വേണ്ടി പിന്നെയും പോവാം. കാരണം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിലിം മേക്കിംഗ്, ഫിലിം ആക്ടിങ്, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ എന്തൊക്കെ പാഷൻ എന്ന് പറഞ്ഞാലും ജീവിക്കാൻ നമുക്ക് പൈസ വേണം. അപ്പൊ ഞാൻ ഒന്ന് സ്റ്റേബിൾ ആവാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ അവിടെ പോയപ്പോ ഞാൻ അവിടെ കുറെ വർക്കില് ബിസിയായി പോയി. അങ്ങനെ ബിസിയായി പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയി. അപ്പൊ അതങ്ങനെ നീണ്ടു പോയി. പിന്നീട് ഒരു 2018 ഒരു 19 ആയപ്പോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ അത് ശരിയാവില്ല. കാരണം നമുക്ക് അത് മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നമ്മുടെ പേഴ്സണലായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു തിരിച്ചിങ്ങോട്ട് വരാം, വീണ്ടും ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു. ആദ്യം തന്നെ ഞാൻ ഇഷ ഫൗണ്ടേഷനിൽ പോയി. കാരണം ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ആദ്യം പോകാൻ തന്നെ കുറെ പ്രാക്ടീസസും സ്പിരിച്വൽ പ്രാക്ടീസസ് അത് ഇതൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമല്ലോ.
നമ്മുടെ ലൈഫ് അങ്ങനെ ഘട്ടത്തിലൊക്കെ പോവില്ല, പല ഫേസിലും ഡിപ്രഷൻ അടിക്കുമ്പോഴാണല്ലോ അങ്ങനെയൊക്കെ പോവുക. അങ്ങനെയൊക്കെ പോയി ഒന്ന് സ്റ്റേബിളായി, പിന്നെ വീണ്ടും പതുക്കെ പതുക്കെ തന്നെ ഓരോ സിനിമ വിളിച്ചു തുടങ്ങി. അതായത് റോയ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സുനിൽ ഇബ്രാഹിം വീട്ടിൽ വിളിച്ചു. എല്ലാവരും സുഹൃത്തുക്കളാണ് നമ്മുടെ, അപ്പോൾ എല്ലാവരും എന്നെ കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ ടച്ചിലുള്ളതാണ്. പിന്നെ അതുപോലെ സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് വിനീത് വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അതുപോലെ നല്ല സമയം ഓമറിന്റെ പടം ചെയ്തു. പക്ഷെ ഇതൊന്നും കാര്യമായിട്ട് ഓടിയൊന്നുമില്ല. ഇതിന്റെ ഇടയിലാണ് 2001 കഴിഞ്ഞിട്ട് 2002 ഞാനിപ്പോൾ ഇതും ഖത്തറും ഉറപ്പില്ലാണ്ട് നിൽക്കുക തന്നെ എപ്പോഴും. അച്ഛന് സുഖമില്ലാതായി, എൻ്റെ അച്ഛന് സുഖമില്ലാതായി. അച്ഛനൊരു ഹാർട്ട് ഫെയിലിയറിന് തുടങ്ങി, പിന്നെ അത് ഗാൾ ബ്ലാഡർ റിമൂവ് ചെയ്യേണ്ടി വന്നു, പിന്നെ അത് CKD ക്രോണിക് കിഡ്നി ഡിസീസായി, അത് മാറ്റേണ്ടി വന്നു. മാറ്റല്ല, ഡയാലിസിസ് തുടങ്ങി, ആഴ്ചയിൽ 3 ഡയാലിസിസ് വെച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ ഖത്തർ കംപ്ലീറ്റ് ആയിട്ട് അവസാനിപ്പിച്ചു അച്ഛനെ നോക്കാൻ വേണ്ടി. അച്ഛനെ നോക്കി 2-3 വർഷം ഞാൻ തന്നെയായിരുന്നു. അത് എങ്ങനെ പോയാലും ഇപ്പോൾ ഈ CKD എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും മന്ത്ലി ഒരു തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. ഇവർക്ക് ഇൻഫെക്ഷൻസ് വരാം, ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അവരുടെ ബോഡി. പിന്നെ അവരുടെ ഡയറ്റ് കറക്റ്റായിട്ട് നോക്കണം. അപ്പോൾ എനിക്ക് പുറമെ ഒരു നേഴ്സിനെ വെച്ച് നോക്കണതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. കാരണം അവർ എങ്ങനെയാണ് നോക്കുന്നത്, കാരണം ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പോകുമ്പോൾ കണ്ടിട്ടുള്ളത് നേഴ്സുമാരൊക്കെ നോക്കുന്ന സമയത്ത് മാസ്ക് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇവർ മാസ്ക് വെച്ചിട്ട് ഇടും ഒറ്റ വിടല ഫേസിലേക്കൊക്കെ. അപ്പോൾ എനിക്കതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. കാരണം നമ്മുടെ അച്ഛൻ്റെ മുഖത്ത് ഹേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നേഴ്സിനൊക്കെ വെക്കുന്നത്, ഞാൻ തന്നെ നോക്കണം, നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അച്ഛനായിട്ട് നോക്കാൻ വേണ്ടി നിന്നു, ഫുൾ നോക്കാൻ വേണ്ടി നിന്നു. ലാസ്റ്റ് 2000 ഇപ്പം ഈ ജാനുവരി 2025 ജാനുവരിയിൽ അച്ഛൻ മരിച്ചു. ഡയാലിസിസിൻ്റെ ഇടയിൽ കാർഡിയക് അറസ്റ്റ് വന്നിട്ട് അന്ന് ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് ഞാൻ സ്വന്തമായിട്ടൊരു പടം, ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങാം എന്നൊക്കെ. പിന്നീട് നമ്മൾ പിന്നെ എന്തെങ്കിലും ചെയ്യണമല്ലോ. നമ്മൾ അങ്ങനെയാണ് ഒരു ചെറിയൊരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങി, ഒരു ഫിലിം ഷൂട്ട് ചെയ്തു നമ്മൾ. ടോണി സേവിയർ എന്ന് പറഞ്ഞൊരു വർക്ക്, അത് വളരെ ലോ ബഡ്ജറ്റിൽ ഞാനൊക്കെ തന്നെയാണ് അഭിനയിച്ചതൊക്കെ, ആർട്ടിസ്റ്റുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷൂട്ട് പ്രോസസ്സ് കഴിഞ്ഞപ്പോഴാണ് സർവമായ. സോ വെൻ ദ ടൈം ഈസ് റൈറ്റ്, ഗോഡ് ഇപ്പം നമ്മളിങ്ങനെ ഓരോ കരുക്കൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഓക്കെ, ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇവൻ ഇനിയിപ്പോൾ വീണ്ടും കരിയർ കയറാനുള്ള സമയമായി ഉണ്ടാവാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ദൈവം ഓരോ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുക. നമ്മള് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഹാൻഡിൽ ചെയ്ത് പോവാ. അതെ, മാറുന്ന സമയത്ത് അപ്പം സിനിമയോടുള്ള ഒരു സമീപനം എന്തായിരുന്നു? കാരണം മിസ്സിംഗ് ഉണ്ടായിരുന്നോ? ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്താണെങ്കിലും ഞാൻ ഒരുപാട് സിനിമകൾ കാണും. അത് നമ്മുടെ ഒരു ബേസിക് നേച്ചറിലാണ്. സിനിമകൾ കാണും, പല ആക്ടേഴ്സിനെയും ഫോളോ ചെയ്യും, അവരെന്താണ് അവരുടെ പ്രോസസ്സ്, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ ശ്രമിക്കും, അതൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ റിയാലിറ്റി ചെക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ഒക്കെ തന്നെയാണ്, ആഗ്രഹങ്ങളുടെ മുകളിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു റിയാലിറ്റി ചെക്ക് ഉണ്ട്. നമ്മൾ ഫൈനാൻസ് വേണം, അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ വേണം. പാഷൻ വരും, അത് വരട്ടെ. അത് കഴിഞ്ഞ് ഇത് സ്റ്റേബിൾ ആവേണ്ട ഒരു സമയത്ത് ഇഫ് ഇറ്റ് ഈസ് മെന്റ് ടു ബി ഇറ്റ് വിൽ ബി. അതായത് ദൈവം ഇതുകൊണ്ട് നിനക്കൊരു ലിവിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പുള്ളി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റെബിലിറ്റി വേറെ നോക്കാൻ വേണം. അപ്പോൾ ആ റിയാലിറ്റി ചെക്ക് എപ്പോഴും വേണം. എൻ്റെ അച്ഛൻ എപ്പോഴും ഒരു പാട്ട് പാടും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്പിരിച്വൽ ലെസൺ ചെറുപ്പത്തിലൊക്കെ. ആസൈകൾ അലൈ പോലെ നാമെല്ലാം അതൻ മേലെ ഓടം പോലെ ആടിടുമോമേ വാഴ്നാളിലെ. അതായത് മനസ്സിലായോ? അത് ആസൈകൾ അലകൾ പോലെയാണ്, തിരമാലകൾ പോലെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. നമ്മളൊക്കെ അതിന്റെ മുകളിലാണ്. ഒരു ബോട്ടിൽ നമ്മൾ കിടക്കുന്നുണ്ട്, ഈ ബോട്ടിന്റെ ബോർഡ് ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടിരിക്കുക ആഗ്രഹത്തിന്റെ മുകളിൽ. അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ തന്നെയല്ലേ. ലൈഫ് ഓഫ് പൈല ആ പയ്യൻ നടുകാട്ടിൽ പെട്ട പോലെ ഏത് ദിശയിലേക്ക് പോകണമെന്ന് അറിയില്ല. സോൾ ഉണ്ട്, ടൈഗർ ഉണ്ട്, ഈഗോ പ്രൈഡ് ഉണ്ട്. ഇത് വെച്ചിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു ഫെയ്ത്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ആഗ്രഹങ്ങളൊക്കെ ശരിയൊക്കെ തന്നെ, പക്ഷെ ആ റിയാലിറ്റി ചെക്ക് വേണം. അതെ, ഇങ്ങനെ പോയ സമയത്ത് ടച്ച് ഉണ്ടായിരുന്നോ ഇവിടുത്തെ ആൾക്കാരായിട്ടും മറ്റു? കാരണം നീ തിരിച്ചു വരണം എന്നുള്ളൊരു പ്ലാൻ വെച്ചിട്ട് തന്നെയായിരുന്നു മാറി നിൽക്കുന്നുണ്ടായിരുന്നേ. അതെ അതെ. അപ്പൊ ആ സമയത്ത് ടച്ച് ഉണ്ടായിരുന്നോ? കാരണം അത് പോയി കഴിഞ്ഞാൽ പോയതല്ലേ സിനിമ, അങ്ങനത്തെ ഒരു ഇതല്ലേ. എനിക്കെന്തോ ആ ടച്ച് വെക്കാൻ തോന്നിയില്ല, ടച്ച് ഇല്ല. ഞാൻ അങ്ങനെ ഇപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഇപ്പം നമ്മളുടെ സുഹൃത്തുക്കൾ, അവർ എപ്പോഴും ലൈഫ് ലോങ് ഉള്ള സുഹൃത്തുക്കൾ. നമ്മൾ തുടക്കം അവർ അപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടായിരുന്നു, എപ്പോഴും ഉണ്ടാവും. അതല്ലാതെ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പം ഞാൻ അത് ഒരിക്കൽ 1-2 തവണ ഞാനിങ്ങനെ നമ്മളൊരു റിലേഷൻഷിപ്പ് വെക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പോൾ എനിക്ക് 1-2 പേര് എന്നോട് സംസാരിക്കുന്ന സമയത്ത്, അതായത് ഫോണിലൂടെ സംസാരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ വിജീഷേ പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മൾ റിലേഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വിളിക്കണത്, അല്ലാതെ വേറെ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. പക്ഷെ അങ്ങനത്തെ റെസ്പോൺസ് കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് അവർക്കത് ഫോഴ്സ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. നമ്മുടെ ഭാഗത്തായിരിക്കാം തെറ്റ്, എൻ്റെ ഭാഗത്തായിരിക്കാം തെറ്റ്. പക്ഷെ അത് ഫോഴ്സ്ഫുൾ ആയിട്ട് തോന്നാൻ പാടില്ലല്ലോ. നമ്മുടെ റിലേഷൻഷിപ്പ് ആ ഫോഴ്സ്ഫുൾനെസ് തോന്നാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ
ഇല്ല. ഇല്ല, ഇൻ ടച്ചിലൊന്നും ഇല്ല. എങ്കിലും തിരിച്ചു വരവല്ലോ ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി സിനിമയിൽ എന്ത് എന്നുള്ളൊരു സംഭവത്തിന്? ഏയ് ഒരു ടെൻഷനും ഇല്ല. ഞാൻ ഭയങ്കര കൃഷ്ണഭക്തനാ. കർമ്മണ്യവാധികാരസ്ഥേ, ഡു യുവർ വർക്ക്. അതായത് ഫോക്കസ് ഓൺ യുവർ വർക്ക്. റിസൾട്ടൊക്കെ വരും പോവും. എക്സ്പെക്ടേഷൻസ് ഒന്നിനോടും ഇല്ല, ഒരു ഇമോഷണൽ ഡിപ്പെൻഡൻസിയും ഇല്ല. നമ്മൾ ചെയ്യുന്ന വർക്കിൽ മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. റിസൾട്ട് വരട്ടെ, വരികയാണെങ്കിൽ വരട്ടെ, നല്ലതാണെങ്കിൽ നല്ലത്.